സോണിയ. ഞാനിവിടെ സൺഡേ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. +2 പഠിക്കുമ്പോൾ തന്നെ സൺഡേ ബാച്ച് ഓൺലൈനായിരുന്നു. കൊറോണ ഒക്കെ വന്ന ഇഷ്യൂ ആയിരുന്നു. ഇഗ്നൈറ്റിനെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ 2 സീനിയേഴ്സ്, +2 പഠിച്ചിരുന്ന സീനിയേഴ്സിൽ അവരിവിടെ ആയിരുന്നു. നെഹ്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരുണ്ടായിരുന്നു. നിങ്ങളെ മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞ ഇഗ്നൈറ്റിനെ പരിചയപ്പെട്ടു. വീട്ടിൽ ഇതുപോലെ ആർക്കിടെക്ചറിനെ പറ്റി അധികം ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ ഇക്ക ഫസ്റ്റ് ടൈം +2 കഴിഞ്ഞ് എന്താ എടുക്കണ്ടേന്ന് അറിയാണ്ട് പെട്ടെന്ന് ആർക്കിടെക്ചറിനെ പറ്റി അറിഞ്ഞപ്പോൾ പെട്ടെന്ന് കയറി ജോയിൻ ചെയ്തതാണ് പ്രൈവറ്റ് കോളേജിൽ. അപ്പോഴാണ് ഞാനും അറിയുന്നത് ആർക്കിടെക്ചറിനെ പറ്റി. എനിക്ക് ഈ ആർട്ടും സയൻസും കൂടെ മിക്സ് ആയ ഒരു കോഴ്സിനൊക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അത് വിടാനേ തോന്നിയില്ല. പക്ഷെ വീട്ടിലിങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് അധികം സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും എനിക്കവർക്ക് സ്കോപ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഡിമോട്ടിവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു വാശിക്കും പിന്നെ ഉമ്മ വാപ്പ അവരുടെ സപ്പോർട്ടും കൊണ്ട് ഇഗ്നൈറ്റിൽ വന്ന് ചേർന്നു. ഇവിടെ ഓൺലൈൻ ആയാലും അങ്ങനെ സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല. നാച്ചയാണ് നോക്കിയിരുന്നത് ഗവൺമെന്റിൽ എങ്ങനെയാലും കയറണം, വീട്ടിലും ഹെൽപ്ഫുൾ ആവുമല്ലോ. അങ്ങനെ ഓൺലൈൻ പഠിച്ചു. നാച്ച ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ ബോർഡ് എക്സാമിന്റെ കൂടെ നാച്ച ഫസ്റ്റ് എഴുതിയത്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഓടിപ്പോയി എഴുതിയതാണ്. പക്ഷെ അതിലാണ് എനിക്ക് ഏറ്റവും സ്കോർ കിട്ടിയത്. സെക്കൻഡ് നാച്ചിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇഗ്നൈറ്റ് തന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാം കൊണ്ട് നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് പോയിരുന്നത്. പക്ഷെ അതിനധികം സ്കോർ കിട്ടിയില്ല. ഫസ്റ്റ് നാച്ചക്ക് 117 ഉണ്ടായിരുന്നു, സെക്കൻഡ് നാച്ച 105 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ +2 മാർക്കും പിന്നെ ഇതും കൂടി കൂട്ടിയപ്പോൾ നല്ല റാങ്ക് കിട്ടി, 62 ഉണ്ടായിരുന്നു. ഇപ്പൊ CET-യിൽ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇഗ്നൈറ്റിനോട് വലിയ താങ്ക്സ് ഉണ്ടായിരുന്നു. ഒട്ടും സ്ട്രെസ് ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. നല്ല പ്ലേഫുൾ പോലെയായിരുന്നു. ആർക്കിടെക്ചർ കൂടുതൽ അറിയാൻ പറ്റി. പിന്നെ ഓറിയന്റേഷൻ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കുറെ ആർക്കിടെക്ചറിനെ പരിചയപ്പെടാൻ പറ്റി. അവരുടെ ലൈഫും സ്റ്റുഡൻറ് ലൈഫും എല്ലാം മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു.